ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മൾ 10ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റ് ആയ അർത്ഥമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ പേജ് 71-ലെ 1ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് സമ്മിന്റെ ജനറൽ ഫോം കൂടി ഇവിടെ എഴുതാം. The algebraic form of the sum of first n terms of an arithmetic sequence is Pn square plus Qn. ഇതാണ് സമ്മിന്റെ algebraic form where P and Q are specific numbers. അതായത് സമ്മിന്റെ algebraic form ആണ് Pn square plus Qn. ഇത് സമ്മിന്റെ algebraic form ആണ്. നമ്മള് വേറെ എന്തിന്റെ algebraic form പഠിച്ചായിരുന്നോ? Algebraic form of any arithmetic sequence is of the form xn is equal to an plus b. ഈ an plus b എന്ന ഫോമിൽ വരുന്ന എല്ലാം arithmetic sequence ആയിരിക്കും. Algebraic form of nth term of an arithmetic sequence. The sum of n terms of an arithmetic sequence. മനസ്സിലായല്ലോ? ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യമാണ്, കാൽക്കുലേറ്റ് ഇൻ ഹെഡ് the sum of the arithmetic sequences below. 51 plus 52 plus 53 plus dash dash plus 70. ഇവിടെ പറയുന്ന കാൽക്കുലേറ്റ് ഇൻ ഹെഡ്, നമ്മൾ മനസ്സിൽ കണക്കൂട്ടുക എന്ന് പറയത്തില്ലേ, അതുപോലുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിൽ കണക്കൂട്ടി വേണമെങ്കിൽ ചെയ്യാം, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഫോർമുലയൊക്കെ ഉപയോഗിച്ചും ചെയ്യാം. ഞാൻ എളുപ്പത്തിലുള്ള 2 രീതിയും കാണിച്ചു തരാം. അപ്പം എന്താണ്, നമ്മുടെ ഫസ്റ്റ് ടേം ഉണ്ട്, ലാസ്റ്റ് ടേം ഉണ്ട് അല്ലെ. ഫസ്റ്റ് ടേമിന് x1 എന്നും അല്ലെങ്കിൽ f എന്നും പറയും. അത് രണ്ടും ഫസ്റ്റ് ടേമിനെയാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് ടേം എത്രയാണ്? 70 തന്നിട്ടുണ്ടല്ലേ. അപ്പം ഇത് നമുക്ക് മനസ്സിൽ കൂട്ടാം. എത്ര നമ്പേഴ്സ് ഉണ്ട്? 51 മുതൽ 70 വരെ എത്ര സംഖ്യകളുണ്ട്? എല്ലാം ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? d is equal to 52 minus 51. 1 ആണ്. കോമൺ ഡിഫറൻസ് 1 ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കേസില് നമുക്ക് എത്ര സംഖ്യകളുണ്ടെന്ന് മനസ്സിൽ തന്നെ കണക്കൂട്ടാൻ കഴിയും. എത്ര? 51 മുതൽ 70 വരെ. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? n is equal to 70-ന്ന് 51 കുറയ്ക്കുക, അതിന്റെ കൂടെ 1 കൂട്ടുക. 70-ന്ന് 51 കുറച്ചാൽ എത്ര? 19, 1, 20. എന്തിനാണ് ഈ 1 കൂട്ടുന്നത്? 51 ഇൻക്ലൂഡഡ് ആണ്. ഈ 2 നമ്പറും ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ്. 1 മുതൽ 10 വരെ എത്ര? 10 അല്ലേ. പക്ഷെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 10-ന്ന് 1 കുറച്ചാൽ എത്ര? 9 അല്ലേ കിട്ടും. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. എന്തുകൊണ്ട്? 2 നമ്പറും ഫസ്റ്റ് നമ്പർ ലാസ്റ്റ് നമ്പർ ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് 1 കൂട്ടണമെന്ന് പറയുന്നത്. അപ്പൊ n കിട്ടി, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് n കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഫോർമുല എന്താണ്? Sn is equal to n/2 into first term plus last term. n എത്ര? 20/2 into first term എത്ര? 51 plus last term എത്ര? 70. 20/2 എത്ര? 10. 51 70 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? 1 7 5 12. ഇത് ഗുണിക്കുമ്പോൾ 1210 കിട്ടും. ഇത് നമുക്ക് എളുപ്പത്തിൽ കിട്ടിയ രീതിയാണ്. ഇനി എളുപ്പത്തിലല്ലാതെ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ ഫോർമുല ഉപയോഗിച്ച് എന്താണ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. അതും കൂടെ ഞാൻ കാണിച്ചു തരാം. അടുത്ത രീതിയാണ്, x1 നമുക്കറിയാം 51, xn അറിയാം 70.
ഡി അറിയാം, 52 മൈനസ് 51 1. ഇതൊന്നും ചെയ്തു നോക്കേണ്ട കാര്യമില്ല, മനസ്സിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ്. ഇനി എൻ കണ്ടുപിടിക്കുന്നത് എക്സനിൽ നമ്മൾ തുടങ്ങുവാണ്. എക്സൻ ഇസ് ഈക്വൽ ടു എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സൻ ഇസ് ഈക്വൽ ടു എ എൻ പ്ലസ് ബി എന്നുള്ളതിന് പകരം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന് ചെയ്യാം. എക്സൻ എത്ര? 70. ഡി എത്ര? 1 ഇൻറ്റു എൻ പ്ലസ് ഫസ്റ്റ് ടേം എത്ര? 51. ഡി എത്ര? 1. 70 സമം എൻ പ്ലസ് 51 1 പോയാൽ 50. അപ്പം എൻ കണ്ടുപിടിക്കാൻ എന്താണ്? therefore n is equal to 70 minus 50 equals 20. ഇങ്ങനെ 20 എന്ന് കിട്ടും. പിന്നെ നമുക്ക് എളുപ്പത്തിൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്തൂടെ? Sn is equal to n/2 into x1 plus xn. 20/2 into 51 plus 70 equals 10 into 121. 121 1210 1210 എന്ന് കിട്ടി. ഇതാണ് രണ്ടാമത്തെ രീതി. എന്നെ കണ്ടുപിടിച്ചു. മറ്റേ നമ്മൾ എന്ത് ചെയ്ത് മനസ്സിൽ കൂട്ടി, അതായത് മനസ്സിൽ കൂട്ടുന്ന എളുപ്പത്തിൽ എന്നെ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഈ എൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് എൻ കണ്ടുപിടിക്കാനുള്ളൊരു ഫോർമുലയും കണ്ടെത്താം. എക്സൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എക്ക് പകരം ഞാൻ x1 എന്ന് കൊടുക്കുക. x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതിനെ തിരിച്ചെഴുതാം. ഇനി x1 ഇപ്പുറത്തും ഉണ്ടോ എന്ന് ഞാൻ സബ്ട്രാക്ട് ചെയ്യാം. xn മൈനസ് x1 ഈക്വൽസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു ഡി ഞാൻ ഇങ്ങോട്ട് എഴുതാം. n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽസ് xn മൈനസ് x1. ഇതിൽ നിന്ന് ഡി കണ്ടുപിടിച്ച് n മൈനസ് 1 കണ്ടുപിടിച്ചൂടെ? അങ്ങനെ n മൈനസ് 1 കണ്ടുപിടിക്കാൻ ഡി കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡിങ് ബോത്ത് സൈഡ്സ് ബൈ ഡി. ഈ ഡിയെ ഒഴിവാക്കാൻ വേണ്ടി ക്യാൻസൽ ചെയ്തു പോകും. n മൈനസ് 1 ഈക്വൽസ് xn മൈനസ് x1 ബൈ ഡി എന്ന് കിട്ടും. ഇനി നമുക്ക് n കണ്ടുപിടിക്കാം. ഈ മൈനസ് 1 ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പോ +1 ആവും. n is equal to xn മൈനസ് x1 ബൈ ഡി. -1 ഇപ്പുറത്ത് വരുമ്പോ +1. ഇതാണ് നമ്മുടെ n കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇട്ട് നോക്കാം. 70 മൈനസ് 51 കോമൺ ഡിഫറൻസ് 1 ആണല്ലേ, +1. 70 51 പോയാൽ 19. 19 1 20 കിട്ടിയില്ലേ? അപ്പം ഈ ഫോർമുല മറന്നു പോരുത് കേട്ടോ, ഓർത്തിരിക്കണേ. നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം 1.5 + 2.5 + ഡാഷ് ഡാഷ് അപ് ടു 12.5. അപ്പൊ എന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെ? 12 1.5 കുറച്ചിട്ട് പൊതു വ്യത്യാസം 1 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? 1 കൂട്ടുക. അവിടെ ഡി എന്ന് പറഞ്ഞാൽ എത്ര? 1 അല്ലേ? അപ്പൊ 12 1.5 പോയാൽ എത്ര കിട്ടും? 12 1/2 പോയാൽ 12. 12 1 പോയാൽ 11. 11 1 12 കിട്ടും. അപ്പൊ എന്നെ നമുക്ക് 12 കിട്ടും. അപ്പൊ Sn is equal to n/2 into x1 plus xn. ഇവിടെ നമുക്ക് സൈഡിൽ എഴുതാം. x1 എന്താണ്? 1.5. xn എന്താണ്? 12.5. പൊതു വ്യത്യാസം എത്ര? 1. ഞാനിവിടെ പറഞ്ഞു 2.5 1.5 കുറച്ചാൽ ഇതൊക്കെ മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഈക്വൽസ് 12/2 ഇപ്പുറത്ത് നമ്മൾ വന്ന് x1 എത്ര 1.5 പ്ലസ് 12. 12ന് 2 കൊണ്ട് ഹരിക്കുമ്പോ 6. ഇവിടെ 12ഉം 1ഉം 13, അരയും 1 14. മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 14 ഗുണം 6 എത്ര കിട്ടും 84 കിട്ടും. അപ്പൊ രണ്ടാമത്തെ ആൻസർ 84. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം. ഹാഫ് പ്ലസ് 1 പ്ലസ് 1.5 പ്ലസ് 2 പ്ലസ് ഡാഷ് ഡാഷ് അപ് ടു 12.5. അതായത് ഇത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം അര വ്യത്യാസമേ ഉള്ളൂ അല്ലെ. അരയുടെ കൂടെ അര കൂട്ടിയാ 1, 1ന്റെ കൂടെ അര കൂട്ടിയാ 1.5, അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം ഹാഫ് കോമൺ ഡിഫറൻസ് 1 മൈനസ് ഹാഫ്. 1ന്ന് അര പോയാൽ എൽസിയം ഒന്നും എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല, മനക്കണക്കായിട്ട് എഴുതാം. 1ന്ന് അര പോയ അര. xn 12.5. നമ്പർ ഓഫ് ടേംസ് ലാസ്റ്റ് ടേം xn മൈനസ് x1 ബൈ d പ്ലസ് 1 ഈക്വൽസ് 12.5 മൈനസ് ഹാഫ് ബൈ d എത്ര അര പ്ലസ് 1. 12.5 അര പോയാല് എത്ര വരും 12. 12ന്റെ പകുതി അതിന്റെ ഇരട്ടിയാണ് 24 വരും അല്ലേ. മനസ്സിലായ 12 ബൈ ഹാഫ് പ്ലസ് 1. 12ന്റെ അര എന്ന് പറയുമ്പോ അതിന്റെ ഇരട്ടിയാ വരുന്നത് അല്ലേ. ഈക്വൽസ് 12 ഇൻറ്റു 2. 1/2 മീൻസ് 2/1 പ്ലസ് 1. അപ്പൊ എത്ര കിട്ടും 12 2 24 1. അപ്പൊ നമുക്ക് എത്ര കിട്ടും 25 കിട്ടും. അത് നമുക്ക് ഫോർമുലയില് കൊടുക്കാം. Sn is equal to n/2 into first term plus last term. 25/2 into അര പ്ലസ് 12.5 എത്ര കിട്ടും ഇവിടെ നമുക്ക് ആൻസർ ഒന്ന് എഴുതാം. (25/2) അര 12 അരയും 13. 25 into 13/2 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്ന 25/2 into 13. ഇത് സിംപ്ലിഫൈ ചെയ്തങ്ങ് എഴുതിയാൽ മതി. 25 into 13/2 അല്ലെ 25/2 എത്ര 12.5 into 30. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ അങ്ങോട്ട് എഴുതുക. ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 12.5 into 13. 5 2 1 5 എത്ര വരും 162.5 എന്ന് കിട്ടും. എത്ര കിട്ടും 162.5 എന്ന് കിട്ടും. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തില് 1/101 പ്ലസ് 3/101 പ്ലസ് 5/101 പ്ലസ് ഡാഷ് ഡാഷ് പ്ലസ് 201/101. The first term 1/101, last term 201/101. Common difference എത്ര second term minus first term 101. 3/101 minus 1/101. Denominator same അല്ലേ 101 എന്ന് എഴുതാ. 3 minus 1 എത്ര കിട്ടും 2/101 എന്ന് കിട്ടും. നമുക്ക് n എഴുതാം. n is equal to
xn minus x1 by d. d എത്ര കിട്ടി? 2 by 101 plus 1. ഇവിടെ നമുക്ക് 101 ഡിനോമിനേറ്റർ 201 minus 1 by 2 by 101 plus 1 എന്ന് കിട്ടും. ഈക്വൽസ് 201 minus 1 200 by 101 by ഇവിടെ ടേക്ക് ദ റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈ ഡിവിഷൻ ആണ്, ഫ്രാക്ഷന്റെ ഡിവിഷൻ. അപ്പം ഇതിനെ തിരിച്ചിട്ട് എഴുതാം 101 by 2 എന്ന് എഴുതാം പ്ലസ് 101 101 ക്യാൻസൽ ആയി പോകും. ഇവിടെ 200 ആണ്, 201 അല്ല, 201 minus 1 is 200. ക്യാൻസൽ ചെയ്യുമ്പോൾ 100 എന്ന് കിട്ടും. 100 plus 1 100 അപ്പൊ എന്ന് കിട്ടി 101 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് സം Sn is equal to n by 2 into x1 plus xn equals 101 by 2 into x1 1 by 101 plus 201 by 101. അപ്പൊ എത്ര കിട്ടും? ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്താ എഴുതാം? 101 by 2 into ഇതിന്റെ ഡിനോമിനേറ്റർ 101 201 plus 1 202. ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് പോകും അല്ലേ? 202 by 2 എത്ര കിട്ടും? 101 എന്ന ആൻസർ കിട്ടും അല്ലേ? ഇതാണ് നാലാമത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം അല്ലെ. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞില്ലേ? ഇപ്പൊ 4 ചോദ്യങ്ങൾ, ഒന്നില് സബ് ക്വസ്റ്റ്യൻസ് 4 ചോദ്യങ്ങളും കഴിഞ്ഞു. ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി ഇത് 4 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യങ്ങളുമായിട്ട് ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ എക്സസൈസിൽ, അതുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ. ഓക്കെ.